ഡോക്ടർ റോസ്നാര, ഇപ്പോൾ സിന്ധു പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പോൾ നമ്മൾ രാവിലെയും ഈ വിഷയത്തിൽ ഡോക്ടറോട് സംസാരിച്ചാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം, ഡോക്ടർമാരുടെ എണ്ണക്കുറവ്, എല്ലാ രോഗികളെയും വേണ്ട വിധത്തിൽ പരിഗണിക്കുകയോ അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യാൻ കഴിയാത്ത അത്രയും രോഗികളെ തിരക്ക് അതൊരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ സിന്ധു പറഞ്ഞ കാര്യങ്ങൾ, അതിൽ നിന്നും നേരെ വിരുദ്ധമായ കാര്യങ്ങളല്ലേ ഡോക്ടർമാർ വിശദീകരിച്ചുകൊണ്ട് പിന്നെ പുറത്തേക്ക് പറഞ്ഞത്? ഹലോ ഡോക്ടർ റോസ്നാര, കേൾക്കാമോ? ഒന്നുകൂടെ പറയോ? ഡോക്ടർ റോസ്നാര, ഞാൻ പറഞ്ഞത് ഇപ്പോൾ സിന്ധു പറഞ്ഞ കാര്യങ്ങൾ ഡോക്ടർ കേട്ടല്ലോ അല്ലേ? സിന്ധു പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. ഇപ്പോൾ നമ്മൾ രാവിലെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ, ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ്, നിങ്ങൾക്ക് പേഷ്യൻസ് കൂടുതലാകുമ്പോൾ എല്ലാവരോടും കാര്യങ്ങൾ വിശദീകരിക്കാൻ സമയമെടുക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട്, അതൊരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുന്നു. പക്ഷെ അപ്പോഴും സിന്ധു പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ. എന്താണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ വേണുവിന്റെ മരണശേഷം പുറത്തേക്ക് പറഞ്ഞത്? അതിൽ നിന്നും നേരെ വിരുദ്ധമാണ് ഇപ്പോൾ പറയുന്ന ന്യായങ്ങൾ അല്ല അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അതിനോടൊന്ന് പ്രതികരിക്കാമോ ഡോക്ടർ? അല്ല, ഇതിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എവിടെ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അത് തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് ഡോക്ടർ. അതാ അതിലേക്കാണ് ഞാൻ വരുന്നത്. അതെ, പറഞ്ഞോളൂ. അതായത് ഇപ്പോൾ ആൻജിയോഗ്രാം ചെയ്യാൻ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ആ പേഷ്യൻറ്റിനെ അസസ് ചെയ്തിട്ടാണ് അവർ ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഇത് എപ്പോൾ ചെയ്യണം, അതായത് ഇനീഷ്യൽ ഇതിപ്പോൾ കോംപ്ലിക്കേറ്റഡ് കേസസ് ആണല്ലോ അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഡിസിഷൻ എടുക്കേണ്ടത്, എപ്പോഴും ഇൻ്റർവീൻ ചെയ്യും എന്നുള്ളത് ശരിക്കും പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് അതിൽ ചെയ്തിരിക്കുന്നതെന്നാണ് ചികിത്സിച്ച ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഇത്ര ഇതായിട്ട് എനിക്കറിയില്ല. പക്ഷേ അവർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡോക്ടർ റോസ്നാര, അങ്ങനെയെങ്കിൽ ഒരു ഡോക്ടർ പോലും മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ആൻജിയോഗ്രാം ചെയ്യാത്തത് അവരുടെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോൾ സിന്ധു പറയുന്നത്. അങ്ങനെ ഒരു വാദം അവരുടെ മുന്നിൽ വെച്ചിട്ടേ ഇല്ല, സംസാരിക്കാതെ ഇരുന്നിട്ടില്ല, മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് അനലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് 15 പേരുള്ളിടത്ത് 10 പേരേ ഉള്ളൂ മൊത്തം. എന്നിട്ട് ഒരു ദിവസം അവർ ചെയ്യുന്നത് 18 മുതൽ 22 വരെ കാത്ത് പ്രൊസീജിയേഴ്സ് ആണ്. അതായത് രാവിലെ 8 മണിക്ക് കയറിയാൽ പിറ്റേ ദിവസം വെളുപ്പിനെ 3 മണിക്കും 5 മണിക്കുമാണ് ഈ ഡോക്ടർമാർ ഇറങ്ങിപ്പോകുന്നത്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇവരൊക്കെ ജോലി ചെയ്യാതെ അവിടെ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കരുത്. കാരണം എല്ലാം പ്രയോറിറ്റി അനുസരിച്ച് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. എക്കോ ആണെങ്കിലും ആൻജിയോഗ്രാം ആണെങ്കിലും ഒരിക്കലും ഒരു പേഷ്യൻറ്റിന് മനഃപൂർവ്വം അത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ അവരെ ഡിലേ ചെയ്യിക്കുകയോ ചെയ്യാറില്ല. മാക്സിമം പ്രയോറിറ്റിയിൽ തന്നെ അതിൻ്റെ ഗൗരവം അനുസരിച്ച് തന്നെ എടുത്ത് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും താമസിച്ചും അവർ ഈ കാത്ത് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ഡ്യൂട്ടി അവേഴ്സിന് അകത്ത് ചെയ്താൽ മതിയെന്ന് എല്ലാവർക്കും തീരുമാനിക്കാമല്ലോ. അങ്ങനെ അവർ ചെയ്യാറില്ല ഒരിക്കലും. ഇപ്പോൾ ഈ പറഞ്ഞതിന് മുമ്പത്തെ ദിവസം ഈ സംഭവം ഉണ്ടായി, അത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഉണ്ടായ ദിവസത്തിൻ്റെ തലേ ദിവസം പോലും കാത്ത് കഴിഞ്ഞിട്ട് 3:30-ക്കും 4 മണിക്കുമാണ് ഡോക്ടർമാർ അവിടെ നിന്ന് പോയിട്ടുള്ളത്. അപ്പോൾ ഒ പിയിൽ തന്നെയാണെങ്കിൽ 600 മുതൽ 800 വരെ പേഷ്യൻസാണ് ഒരു ദിവസം ഒ പിയിൽ വരുന്നത്. കൺസൾട്ടേഷനുകളാണെങ്കിൽ 150 മുതൽ 200 വരെ കൺസൾട്ടേഷനുകളാണ്. അതായത് ഈ കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ സീനിയേഴ്സ് തന്നെ കാണേണ്ടതാണ്. വേറുള്ള സ്പെഷ്യാലിറ്റികളിൽ നിന്നും കാഷ്വാലിറ്റിയിൽ നിന്നും IP പേഷ്യൻസ്, ഒ പി, ഇതെല്ലാം കൺസൾട്ടേഷൻസ് വരികയാണ്. ഇതും അതോടൊപ്പം തന്നെ പോകണം. അതോടൊപ്പം തന്നെ IP പേഷ്യൻസ്, ICU പേഷ്യൻസ്. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ ഇത്രയും ഡോക്ടർമാരും അവിടെയുള്ള കുറച്ച് ജൂനിയർ ഡോക്ടർമാരുമാണ്. അപ്പോൾ ഈ പ്രശ്നം, അതായത് ഈ 5 പോസ്റ്റുകളും വേക്കൻ്റായി കൂടെ കിടക്കുകയാണ്. ലൈവ് ലിസ്റ്റ് ഉള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതിലേക്ക് ആൾക്കാർ വരുന്നില്ല? പലയിടത്തും ഇപ്പോൾ കൊല്ലത്തെ ഇഷ്യൂ പറഞ്ഞു. കൊല്ലത്ത് 2 പോസ്റ്റുകളേ ഉള്ളൂ. അതിൽ ഒരാളെ SRനെ ഇവിടുന്ന് വിടുകയാണ്, ട്രിവാൻഡ്രത്ത് നിന്ന് വിടുകയാണ്. ആ 2 പോസ്റ്റുകളേ ഉള്ളൂ. ഇത് വെച്ചിട്ട് എമർജൻസി പ്രൊസീജിയേഴ്സ് അവിടെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പോൾ ഉള്ള സ്ഥലങ്ങളിൽ മാനവ വിഭവശേഷി കൂട്ടുകയും സൗകര്യങ്ങൾ കൂട്ടുകയും വേണം. ഒരു പേഷ്യൻറ്റും തറയിൽ കിടക്കേണ്ട ഒരു സ്ഥിതി വരാൻ പാടില്ല. അപ്പോൾ അതെന്തുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് ഒരു സർക്കാരിൻ്റെ കാര്യമല്ല, മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകൾക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്.
ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ളത്, ഞാൻ പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് MBBS പഠിക്കുന്നത്. അന്നും തറയിൽ രോഗികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ നമുക്ക് പറ്റും. അതായത് പേഷ്യൻസിൻ്റെ ലോഡ് കൂടുന്ന അനുസരിച്ച് അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ രോഗികൾ വരുമ്പോൾ അവരെ നല്ല മനുഷ്യരായിട്ട് കൺസിഡർ ചെയ്യുകയും അവർക്ക് അതിനുള്ളൊരു കെയറും ആ ഒരു പരിഗണനയും നൽകാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ ആൾ കൂടുന്ന അനുസരിച്ച് സൗകര്യങ്ങൾ കൂട്ടിയേ പറ്റുള്ളൂ. അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.